ഹലോ. അപ്പോൾ രാവിലെ എണീറ്റപ്പം തന്നെയുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുമ്പം ഈ പേപ്പർ വാല്യുവേഷനാണ് കേട്ടോ. അപ്പം പിള്ളേരുടെ പേപ്പർ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പറാണ്. നോക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മടിച്ചിരുന്ന്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് പരിപാടി തുടങ്ങിയേക്കുക പേപ്പർ നോക്കി കൊടുക്കാൻ. ചുമ്മാ നോക്കിയാൽ പോരല്ലോ, ഓരോ കാര്യങ്ങൾ കണ്ടെത്തി എല്ലാ മിസ്റ്റേക്കും ഞാൻ ആ പേപ്പറിൻ്റെ സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നൊക്കെ. ഇത് കഴിഞ്ഞിട്ട് വേണം PSC പഠിത്തം തുടങ്ങാൻ. സമയം പോകുന്നത് എന്ത് എളുപ്പമാണല്ലേ. ജനുവരി 1 ആയത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഞാൻ ടൈം ടേബിൾ ഫോളോ ചെയ്ത് വരുവാണ്. അപ്പോൾ നമ്മുടെ പ്രിസൺ ഓഫീസറിൻ്റെ എക്സാം ഇനി അടുക്കാറായി. ജനുവരി 24-നാണ് നമ്മുടെ പ്രിസൺ ഓഫീസറിൻ്റെ എക്സാം. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഞാൻ പിന്നത്തേക്ക് വെച്ചേക്കുക. അതിന് മുമ്പ് റിവിഷൻ നടത്തുക. ഞാനിപ്പോൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ പഞ്ചവത്സര പദ്ധതികളാണ്, നമ്മുടെ 5 ഇയർ പ്ലാൻസ്. കാരണം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ പിന്നെയും ബബ്ബ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ അറിയാമെന്ന് പറയുന്ന ടോപ്പിക്കിൽ. അപ്പോൾ ഒന്നുകൂടി റിവിഷൻ നടത്താമെന്നാണ് പ്ലാൻ. അപ്പോൾ എക്കണോമിക്സ് ആണ് ഇന്ന് ഞാൻ നോക്കുന്നത്. കൂടുതലും എക്കണോമിക്സ് ഇന്നത്തെ ദിവസം കൊണ്ട് തീർത്ത് വെക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ എക്കണോമിക്സ് തീർത്ത് കഴിഞ്ഞാൽ ആ സിലബസിലെ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ പാർട്ട് ഫുള്ള് ഞാൻ തീർക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നാളെ ഞാൻ നോക്കാൻ വെച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. ആ റിവിഷനും കൂടെ കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് തീർന്നല്ലോ. പിന്നെ മാത്തമാറ്റിക്സ്. ഇപ്പം ഞാൻ ഇന്നും മുടങ്ങാതെ മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. കാരണം ഞാനിപ്പോൾ ടാലൻറ്റിൻ്റെ സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്ന ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ജെറിൻ സാറിൻ്റെ ക്ലാസ് കാണാറുണ്ട്. അങ്ങനെ കുറേ മാത്സിൻ്റെ ക്ലാസ് ഞാൻ ഫോളോ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ സൈലും ഉണ്ട്, വക്കാബ്സ് മീഡിയ എന്ന് പറയുന്ന 2 ഓൺലൈൻ ക്ലാസ്സും എനിക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. കാരണം ആവശ്യം നമ്മുടെ അല്ലേ. അപ്പോൾ മാത്സ് എനിക്ക് അറിയാമെന്നുള്ള ധാരണയുണ്ട്. പക്ഷെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചില സമയങ്ങളിൽ അത് നമുക്ക് ഭയങ്കര വൺ ഫ്ലോപ്പ് ആവാറും ഉണ്ട്. ചില സമയത്ത് എനിക്ക് 5 പോലും സ്കോർ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മാത്സ് ഫോളോ ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പോൾ എന്നും ഞാൻ കണക്ക് ചെയ്യും, ഒരു 2 മണിക്കൂർ ഇരുന്ന് മാത്സ് ചെയ്യും. കാരണം 24-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയെങ്കിലും നല്ല രീതിയിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. നോർമലി ഏത് എക്സാമിനും എനിക്കൊരു 10-ൽ 9, 8 മാത്സിന് കിട്ടാറുണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ പഠിച്ചു പോകും. പക്ഷേ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലും എനിക്ക് 5-ലോട്ടും 4-ലോട്ടും വരുന്നത് ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടൈം സ്കോർ ചെയ്യാൻ വേണ്ടി, ടൈം മാനേജ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ ഈ മാത്സ് പെട്ടെന്ന് സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇംഗ്ലീഷും മാത്സ് മലയാളവും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ റിവിഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്, അതായത് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ചെയ്ത് നോക്കുക. പുതിയ കണക്കുകളൊക്കെ നമുക്ക് വരും. അപ്പോൾ ആ മോഡൽ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കാൻ നമ്മൾ ബുക്കൊക്കെ വേസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കച്ചിത്താളിൻ്റെ ബുക്ക് കിട്ടും. അപ്പോൾ ഇതിന് 30 രൂപ അങ്ങാണ്ടേ ഉള്ളൂ. നമുക്ക് എഴുതി പഠിക്കാൻ ഇതുപോലൊരു ബുക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് എഴുതി പഠിക്കാൻ വേണമെങ്കിൽ നോട്ട്സൊക്കെ റഫായിട്ട് നോട്ട്സൊക്കെ എഴുതാം, എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ എഴുതി പഠിക്കാൻ ഈ ഒരു ബുക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പുതിയ SCRTC ടെസ്റ്റൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. അതിനകത്തുനിന്ന് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചോണം. കാരണം ചോദിക്കും, ഉറപ്പാണ് ചോദിച്ചിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓവർ തിങ്കിങ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും, അയ്യോ ഈ പഠിത്തം അന്ന് പഠിച്ചായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചു പോയിനോ, ഇനി എന്തിനാന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ ഇല്ലാതാക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിക്കോണം. ഓവർ തിങ്കിങ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നുള്ള ആ പാസ്റ്റൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പഠിച്ചോണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ അയ്യോ പണ്ടേ ഇങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു, എന്നേ എനിക്ക് ജോലിയിൽ കയറായിരുന്നു, ഞാൻ ഉഴപ്പിയിട്ടാണ്, ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, അതൊന്നുമില്ല. ഇനി നാളെ വീണ്ടും റിഗ്രറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ നന്നായിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്യാം. ഈ വർഷം ഇതുപോലൊരു വേക്കൻസി ഇനി കിട്ടത്തില്ല. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നമുക്ക് ജോലിയിൽ കയറാം. കാരണം ഞാൻ ഒരുപാട് ചാനൽസിൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു അവസരം ഇനിയില്ല. ഇത്രയും വേക്കൻസി ഉള്ള ഒരു വർഷം എന്ന് പറയുന്നത് ഈ വർഷമാണ്. ഒരു പഠിത്തം മതി, ഏതെങ്കിലുമൊക്കെ ലിസ്റ്റ് വീഴാം, ഒറ്റ ഒരു പഠിത്തം. പിന്നെ ഒന്നേന്ന് പറഞ്ഞിരിക്കരുത്. ഞാൻ എപ്പോഴും പറയും, ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നമ്മളെല്ലാത്തിനകത്തും ചെയ്തോണം, നമ്മളെല്ലാം വർക്ക് ചെയ്തോണം. നമ്മൾ ഏത് പരീക്ഷയാണോ വരുന്നത് അതായിരിക്കണം എൻ്റെ ടാർഗറ്റ്, അത് ഞാൻ നേടിയിരിക്കും. അല്ലാതെ എവിടെ നോക്കിയോ എൻ്റെ ടാർഗറ്റ് അതാ, ഞാൻ അതേ പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മൂടും കുത്തി താഴെ കിടക്കും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ എല്ലാത്തിനും വേണ്ടി പഠിക്കുക. അപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് മാർക്ക് കുറഞ്ഞാൽ അടുത്തതിന് നമ്മൾ അതിൽ സ്കോർ ചെയ്യാൻ നോക്കുക. പിന്നെ 10th ലെവലിൽ എല്ലാവരും കാത്തിരിക്കുന്ന ബെവ്കോയ്ക്കൊക്കെ അറിയാമല്ലോ. BFA ഒഴിച്ച് ബെവ്കോയ്ക്കും കമ്പനി ബോർഡ് LGSനും പ്രിലിംസ് ഉണ്ട്. അപ്പോൾ പ്രിലിംസ് ഉണ്ടായതുകൊണ്ടും കോമ്പറ്റീഷൻ ഇല്ലെന്ന് പറയാൻ പറ്റുന്ന നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ് ഈ 10th ലെവൽ എക്സാം എന്ന് പറയുന്നത്. ആ പ്രിലിംസ് കയറണമെങ്കിൽ എന്ത് വേണം, നമുക്ക് വല്ലതൊക്കെ അറിയാതിരിക്കണം. അപ്പോൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ
നമുക്ക് നേടാൻ പറ്റും. ഈ മാസങ്ങളെന്ന് പറയുന്നത് ഇതാ പറയുന്നതിനിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ഷൂ എന്ന് പറഞ്ഞ മാസം അങ്ങ് പോകും. ഇപ്പോൾ ജനുവരി 24 പ്രിസന്റ് കഴിഞ്ഞാൽ 7 ഫെബ്രുവരി 7 നമ്മുടെ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ മാർച്ച് ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ തൊട്ട് വീണ്ടും പ്രിലിംസ് ഒക്കെ തുടങ്ങും അല്ലേ. പ്രിലിംസ് അതായത് നമ്മുടെ ഈ ഡിഗ്രി പ്രിലിംസ് ഒക്കെ തുടങ്ങുക. മെയ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിപ്പില്ല, ഒരു സ്റ്റോപ്പില്ല, കണ്ടിന്യൂസ്ലി എക്സാമാണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, മെയിൻസ്, പ്രിലിംസ്, അങ്ങനെ വേണ്ട എല്ലാം കൊണ്ടുപോകും. ഈ ഡിസംബർ വരെ പരീക്ഷാക്കാലം. ആ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി തൊട്ട് നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്തായിരിക്കും? ജാനുവരി തൊട്ട് നമുക്ക് റിസൾട്ട് വരാൻ തുടങ്ങുന്നു, ഓരോരുത്തർക്ക് അപ്പോയിൻമെൻ്റ് ആയെന്ന് പറയുന്നു, ജോലി കയറുന്നു. ഈ ഒരു വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടാൻ പോകുന്നത് നമുക്ക് 2027 ആദ്യം തൊട്ടാണ്. എന്ത് രസമാണല്ലേ ഒരു വർഷം കഷ്ടപ്പെട്ട ജോലിയിൽ. ഇന്നത്തെ ടൈം ടേബിൾ എൻ്റെന്ന് പറയുമ്പോൾ എക്കണോമിക്സും മാത്സും ഇംഗ്ലീഷുമാണ്. ഇത് മൂന്നും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിവിഷനും മോക്ക് ടെസ്റ്റും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്നത്തെ എൻ്റെ ഒരു സ്റ്റഡി റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ സ്റ്റഡി റൊട്ടീനുമായിട്ട് നമുക്ക് കാണാം.